കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പൂരത്തിന്റെ തിരക്കായിരിക്കും. സുനിഷ അയ്യല്ലൂർ, ഗുഡ് ഈവനിങ്. കോട്ടൺ ഹില്ലിൽ പതിവ് പോലെ പ്രാക്ടീസ് ഒക്കെ പുരോഗമിക്കുകയാണോ? സുജ, തീർച്ചയായിട്ടും കോട്ടൺ ഹിൽ ഇതാ എല്ലാവരും ഈ പരിശീലനം നടത്തുകയാണ്. നേരത്തെ അല്പസമയം മുമ്പ് വരുമെന്നുള്ളത് കൊണ്ട് കുട്ടികളൊക്കെ തന്നെയും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഇവരിപ്പോഴും പ്രാക്ടീസിൽ കയറുന്ന ഒരു തിരക്കിലാണ്. ഈ പറഞ്ഞതുപോലെ എല്ലാവരും സുസജ്ജമായിട്ടുണ്ട്. അരുൺ അവിടെ കലവറയിലെ വിശദാംശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ കലവറ റെഡിയാണെങ്കിൽ ഇവിടെ ഇതാ ഞങ്ങൾ അടുത്ത ദിവസം വേദിയിലേക്ക് എത്താൻ തയ്യാറാണെന്ന് പറഞ്ഞത് ഇവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. നേരത്തെ മേയർ പറയുന്നത് കേട്ടു കോട്ടൺ ഹിൽ സ്കൂളിനെ പറ്റി. കോട്ടൺ ഹിൽ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ സംഘനൃത്തം അല്ലേ? സംഘനൃത്തത്തിനായി ഇതാ ഇപ്പോൾ പരിശീലിച്ച് താഴെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ട് പരിശീലനമൊക്കെ? നന്നായി തന്നെ പോകുന്നുണ്ട്. തളർന്നിരിക്കുകയാണല്ലേ? എങ്ങനെയുണ്ട്? ഉഷാറാണോ? ഓ പിന്നെ ഉഷാറാ. തിരുവനന്തപുരത്താണ് ഇത്രയും കലോത്സവം. നമ്മൾ ഇത്ര പ്രാക്ടീസും നമുക്ക് കൊണ്ടുപോകണം എന്നുള്ള ഇതിലാണ്. നമ്മൾ പോവും. പിന്നെ അതിനുള്ള ഈ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? നല്ല രസമായിരുന്നു. ഡേ ആൻഡ് നൈറ്റ് ഒന്നും ഇല്ലാതെ ആയിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. സാറും നല്ല സപ്പോർട്ടാണ്. പോകുന്നു. വേറെ ഏതെങ്കിലും സംഘനൃത്തം അല്ലാതെ വേറെ എന്തെങ്കിലും? ഇല്ല ഇല്ല ഇല്ല. കാരണം നിങ്ങൾ 5 തവണ കോട്ടൺ ഹില്ലിൽ എല്ലാ പ്രാവശ്യം 5 തവണയായി ഇങ്ങനെ സംസ്ഥാന കലോത്സവത്തിൽ പോകുന്ന ഒരാളാണ്. കഴിഞ്ഞ ഈ ജില്ലയിലൊക്കെ വളരെ മികച്ച പ്രകടനത്തോടെ സ്റ്റേറ്റിലേക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ എത്രത്തോളമാണ് പ്രതീക്ഷയൊക്കെ? 100% പ്രതീക്ഷയുണ്ട്. ഉണ്ട്. നല്ല കോൺഫിഡൻസ്. ഈ സംഘനൃത്തത്തിൻ്റെ ടീമൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് തികച്ചും റെയർ ആയിട്ടുള്ളൊരു ടീമാണ്. ഇത് കൊറിയോഗ്രാഫി ചെയ്തത് ഞങ്ങളുടെ സനൽ സാറായിരുന്നു. അപ്പം ടീം എന്ന് പറയുന്നത് വിഷ്ണുമായയാണ്. ഇപ്പം ഇപ്പോൾ വിഷ്ണുമായയെ പറ്റി പറയുമ്പോൾ തൃശ്ശൂറുള്ള പെരിങ്ങോട്ടുകര ആണ് കൂടുതലും എല്ലാവരും കുറച്ചുകൂടെ അറിയപ്പെട്ട് തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പം ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുമ്പോൾ തികച്ചും ഒരു എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഞങ്ങളിന്ന് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്ന സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ പോകുന്നത്. അത് മാത്രമല്ല സുജ, ഈ 25 വേദികളിൽ ഒരു വേദിയാണ് കോട്ടൺ ഹിൽ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സ്വന്തം സ്കൂള് വേദിയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇരട്ടി സന്തോഷത്തിലാണ്. സ്വന്തം സ്കൂളൊരു വേദിയാണ്, ഒപ്പം തലസ്ഥാനത്താണ് ഈ കലോത്സവം നടക്കുന്നത്. അങ്ങനെ ഇരട്ടി സന്തോഷമാണ് എന്നൊരു കാര്യം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇവർ പറഞ്ഞതുപോലെ സംഘനൃത്തം കഴിഞ്ഞ 5 വർഷമായി കോട്ടൺ സ്കൂളിൽ ഈ സംഘനൃത്തം ഈ സംസ്ഥാന കലോത്സവത്തിൽ എത്തുന്ന ഒന്നാണ്. ഒപ്പം തന്നെ മറ്റ് മത്സരങ്ങളൊക്കെ തന്നെയും ഉണ്ട്. അതിന്റെ എല്ലാ ആവേശത്തിലാണ്. നാളെ മുതൽ മറ്റന്നാളാണ് നേതൃത്വത്തിലാണല്ലോ ഈ കലോത്സവം നമ്മളവിടെ സംഘടിപ്പിക്കാൻ തന്നെ പോകുന്നത്. അതായത് കലോത്സവത്തിന്റെ കവറേജിന്റെ ഒരു സംഘാടനം അത് സുനിഷയുടെ നേതൃത്വത്തിലാണെന്ന് കേട്ടു. സുനിഷയുടെ ഒരു കലോത്സവ ഓർമ്മ എങ്ങനെയാണ്? സുനിഷ ഏതെങ്കിലുമൊക്കെ ഐറ്റത്തിൽ പങ്കെടുക്കാതെ ഇരിക്കില്ലല്ലോ, പ്രത്യേകിച്ച് ഒരു കവയത്രിയൊക്കെ ആയ സ്ഥിതിക്ക്. ഞാൻ ഈ ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ചതാണ് എന്നതാണ്. അതായത് ഞാൻ സാധാരണ രീതിയിൽ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കവിതാ രചനയ്ക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും സ്റ്റേറ്റ് കലോത്സവം വരെ എത്തിയിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും ഈ ജില്ലാ കലോത്സവം വരെയൊക്കെ പോയിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു. ഇവിടെ ഇതാ സുജയ, ഞാൻ ഇതുവരെ വാചകമടി മാത്രമായിരുന്നു. അതിനുശേഷം ഇവരുടെ പ്രാക്ടീസ് സെക്ഷൻ ഒന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുവരാവുന്നതാണെന്ന് തോന്നുന്നു. ജയശേഖരി വല്ലഭദേവഹരേ ഭുവനേശ്വരനം സുരലോകപതി
കോട്ടൺ ഹില്ലിൽ പ്രാക്ടീസ് നടക്കുകയാണ്. വിഷ്ണുമായ ആണ് ഇത്തവണ അവരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നൃത്തം. അതിലിനിയിപ്പോൾ അലങ്കാരങ്ങൾ, പ്രത്യേകിച്ചും കേശാലങ്കാരം കൊണ്ടൊക്കെ ആയിരിക്കും ഇത്തവണ ആരായാലും ഈ നൃത്ത ഇനത്തിൽ സംഘനൃത്തത്തിൽ കപ്പടിക്കാൻ പോകുന്നതെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ കലോത്സവ വേദികളിലും സംഘനൃത്തത്തിന്റെ അതുപോലെ തന്നെ ഒപ്പനയുടെ ഒക്കെ സ്റ്റേജുകൾക്ക് വലിയ തിരക്കാണ്. ഇത്തവണയും അങ്ങനെയാകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾക്കായി നമുക്ക് കാത്തിരിക്കാം. കപ്പ് ഇത്തവണ കോഴിക്കോടിനാണ് എന്ന് ശ്രീകുട്ടൻ പറയുന്നു. അനന്തപുരം കാഴ്ചകൾക്കായി കാത്തിരിക്കുന്നുവെന്ന് ജോയ് പറയുന്നു. അങ്ങനെ ആ കാഴ്ചകളൊക്കെ എത്രയും വിപുലമായി എത്തിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം നമ്മുടെ ടീം അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ സോളമനും സുനിഷയുമാണ് നമുക്കൊപ്പം ചേർന്നത്.